The office of the criminal prime minister of Zionist regime and the headquarters of regime's Air Force commander were targeted, the guard said in a statement carried by Fars News agency. It said the Khyber missiles were used to attack the Prime Minister Netanyahu's office. This is the news from Iranian Revolutionary Guard Corps. അവർ പറയുന്നത് നെതന്യാഹുവിൻ്റെ ഓഫീസ് ഹിറ്റ് ചെയ്തു, നെതന്യാഹുവിൻ്റെ ഓഫീസ് ആക്രമിച്ചു. ഇസ്രയേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ ഖൈബർ മിസൈൽ ഉപയോഗിച്ചാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് തകർത്തതെന്ന്, ലക്ഷ്യം വെച്ചതെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. അതോടൊപ്പം എയർ കമാൻഡറുടെ ഓഫീസും തകർത്തതായിട്ടാണ് പറയുന്നത്. അപകടകരമായ യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് യാതൊരു പ്രകോപനവും കൂടാതെ ഇറാനെ ആക്രമിച്ചതിന് മറുപടിയായി ഇറാൻ കറങ്ങി അടിക്കുകയാണ്. എല്ലാ മേഖലയിലും, ഗൾഫ് മേഖലയിൽ നിരന്തരം ആക്രമിക്കുന്നു. എവിടെയൊക്കെയാണോ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് ആ രാജ്യങ്ങളെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നു. എവിടെയൊക്കെയാണോ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നത് ആ രാജ്യങ്ങളെയൊക്കെയും അവർ ടാർഗറ്റ് ചെയ്യുന്നു. അവരുടെ പരമോന്നത നേതാവിനെ ഇത്തരമൊരു ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയതിന് അതിൻ്റെ ഏറ്റവും പരമാവധി ശിക്ഷ നൽകുമെന്ന് പ്രഖ്യാപിച്ചാണ് അവരുടെ പോരാട്ടം. നിലനിൽപ്പിന് അല്ലെങ്കിൽ ആത്മാഭിമാനം മുറിവേറ്റ ആ ഗർവോടുകൂടി പഴയ പേർഷ്യൻ കാലഘട്ടത്തിൻ്റെ എല്ലാ ഉണർവോടും കൂടിയാണ് അവർ തിരിച്ചടി നടത്തുന്നത്. ആ തിരിച്ചടിയിൽ ന്യായാന്യായങ്ങളുണ്ട്. പക്ഷേ സ്വന്തം രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ നടത്തിയ അക്രമത്തിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു രാജ്യത്തിൻ്റെ അവകാശമായിട്ടാണ് അവരതിനെ കാണുന്നത്. അവിടെയാണ് അവർ ലക്ഷ്യം ഭേദിച്ച് മുന്നേറുന്നത്. പണ്ടൊരിക്കലൊരു കഥയിൽ വായിച്ചതുപോലെ, എന്തുകൊണ്ടാണ് ഒരു മുയലിന് സിംഹത്തെ തോൽപ്പിച്ച് എപ്പോഴും മരത്തിൽ ചാടാൻ കയറുന്നത് എന്ന് ചോദിച്ചപ്പോൾ പലതവണയായും പിടികൊടുക്കാത്ത സിംഹത്തോട് മുയൽ പറഞ്ഞത്, നീ ഓടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയാണ്, ഞാൻ ഓടുന്നത് ജീവന് വേണ്ടിയാണ്. ജീവന് വേണ്ടി ഓടുന്നവർക്ക് അതിൻ്റെ കരുത്തുണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ്, നിലനിൽപ്പിന് വേണ്ടിയാണ്. അവർ നിലനിൽക്കണോ നശിക്കണോ എന്ന ചരിത്രപരമായ ചോദ്യത്തിന് ഞങ്ങൾ പോരാടി മരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അവർ ആ പോരാട്ടത്തിനെ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ആക്രമിച്ചതിൻ്റെ കാരണം കണ്ടെത്താൻ ഒരുപാട് അന്വേഷിക്കേണ്ടി വരും, ഒരുപാട് തപ്പിപ്പറക്കേണ്ടി വരും. ആ ആക്രമണത്തിൻ്റെ പ്രതിധ്വനിയാണ് അങ്ങ് അകലെയുള്ള ഡൂമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ലോകത്തിലെ രണ്ട് വൻ ശക്തികൾ ചേർന്ന്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നിശബ്ദമായ മൗനത്തോടുകൂടി തിരിച്ചടിച്ചിട്ടും ഒരു ഖൈബർ മിസൈൽ ഇനി തകർത്തില്ലെങ്കിൽ പോലും നെതന്യാഹുവിൻ്റെ ഓഫീസിൽ വീണു എന്നവർ അവകാശപ്പെടുന്നത് സത്യമാണെങ്കിൽ ഈ യുദ്ധത്തിലെ ഒരു നിർണായകമായ നിമിഷമാണ് ആ ആക്രമണം. ഏതായാലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ, അദ്ദേഹത്തിന് അപകടം സംഭവിച്ചോ എന്നുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഒരുപക്ഷെ അതിനെ ഇസ്രയേൽ നിഷേധിച്ചെന്നും വന്നേക്കാം, ആക്രമിക്കപ്പെട്ടില്ലെന്നും വന്നേക്കാം. പക്ഷേ തങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ മിസൈൽ ശേഖരവും, ചെറിയൊരു രാജ്യമല്ല ഇറാൻ, ഫലസ്തീനെ പോലെ അടി വാങ്ങിച്ച് മോങ്ങി കരഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നവരായിരിക്കില്ല അവർ. അവർ എല്ലാ ശക്തിയും ഉപയോഗിച്ച് തിരിച്ചടിക്കും. എന്തുകൊണ്ടാണ് ഷാ പഹ്ലവിയെ വളരെ പെട്ടെന്ന് അവിടെ പ്രധാനമന്ത്രിയായും അല്ലെങ്കിൽ നേതാവായും ഒന്നും പ്രഖ്യാപിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇറാനിയൻ വംശജരായ മനുഷ്യരുടെ പോരാട്ടത്തിൻ്റെ വീര്യത്തിൻ്റെ ചരിത്രം അവർക്കറിയാം. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കരാറിൻ്റെ സമവായത്തിലൂടെ അവർ അമേരിക്കയുമായോ ലോകത്തുമായോ ചേർന്നു പോകുന്നത് ഒരിക്കലും ഇസ്രയേൽ ആഗ്രഹിക്കാത്തത്. ഏതായാലും കടുത്ത ആക്രമണമാണ് തുടരുന്നത്. പശ്ചിമേഷ്യയിൽ ഇത്തരം ആക്രമണം തുടരുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അപകടവും ജീവഹാനിയും സംഭവിക്കുമെന്നുള്ളതുകൊണ്ട് മാന്യമായി വളരെ വേഗത്തിൽ ഇത് അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, യുദ്ധത്തിൽ എല്ലാവരും തോൽക്കുകയാണ് ചെയ്യുന്നത്. വിശിഷ്യ മനുഷ്യരാകെയും തോൽക്കും എന്നത് ലോകം മുഴുവൻ കാണുകയാണ്.